ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 46-ാം തിരുവചനം. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം, താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ നിയമജ്ഞരെ ഈശോ വിമർശിക്കുകയാണ്. ദുരിതം എന്ന് പറയുക, അതിന് കാരണം പറയുകയാണ്, നിങ്ങൾ താങ്ങാനാവാത്ത ചുമടുകൾ ആ ജനങ്ങളുടെ മേൽ കൊടുക്കുക. അത് നിയമത്തിന്റെ വശങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒരു ചെറുവിരൽ പോലും അനക്ക് സഹായിക്കുന്നുമില്ല. മറ്റുള്ളവരുടെ ബേർഡൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ചുമട് കൂട്ടിക്കൊടുക്കും, നിയമത്തിന്റെ ഭാരം കൊടുക്കും, പക്ഷെ സഹായിക്കാനായിട്ട് തയ്യാറാണ്. ചിലപ്പോൾ നമുക്കൊക്കെ പറ്റാവുന്ന ഒരു അപകടത്തെ കുറിച്ച് പറയുക. ഒത്തിരി നിയമങ്ങളിലേക്ക് ആണ്ടുപോകുമ്പോൾ നമ്മളിൽ ആഴപ്പെടേണ്ടത് കാരുണ്യത്തിൻ്റെ മുഖം. കൊച്ചുദേശിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്തത്. ഒരിക്കലും മറ്റുള്ളവരുടെ മേലെ ഭാരം കെട്ടിവെക്കാനായിട്ട് അവൾ ശ്രമിച്ചിട്ടില്ല. മറിച്ച് മറ്റുള്ളവരുടെ ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടി അവർ പോലും അറിയാതെ അവരുടെ പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനായിട്ട് പുണ്യവതി തയ്യാറായിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ, വലിയ ചുമട്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയ കാര്യങ്ങൾ, വലിയ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കാണ് ഫോക്കസ്. പ്രിയ സഹോദര സഹോദരി, ഈ പ്രഭാതത്തില് ഈശോയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അരൂപി നിന്നിൽ ആഴപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, മറ്റുള്ളവർക്ക് ഭാരം കൊടുക്കാതെ മറ്റുള്ളവരെ ഭാരം ലഘൂകരിക്കുവാനായിട്ട് സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി എല്ലാവരോടും വർത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട് സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ